അങ്ങനെ ചെറുക്കൻ്റെ റിസൾട്ട് വന്നതിൻ്റെ അന്ന് അവൻ പാസ്സായ സന്തോഷത്തിൽ അവനൊരു ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് നേരെ സയാൻ മന്തിയിൽ പോയി. ഒരു മന്തി കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തോടാണ് പോയത്. ചെന്നപ്പോൾ തന്നെ വലിയൊരു മെനു ബുക്ക് കൊണ്ട് തന്നു. നമ്മൾ ഈ മെനു ബുക്ക് മൊത്തം ഇങ്ങനെ മറിച്ച് നോക്കും. വേറെ ഒന്നുമല്ല, ചുമ്മാതെ അവർ കൊണ്ട് തരുന്നില്ല. ലാസ്റ്റ് നമ്മൾ അവസാനം ഒരു തീരുമാനത്തിലെത്തും. എന്താണെന്നറിയോ? അൽഫാം മന്തി. ഈ സാധനം കഴിക്കാൻ തന്നെയാണ് നമ്മൾ പോകുന്നത്. എങ്കിലും അവർ കൊണ്ട് തരുന്ന മെനു ഇങ്ങനെ മറിച്ച് നോക്കി അവർ വരുന്നിടം വരെ അവിടെ കുത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു കടമയാണല്ലോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കുത്തിയിരുന്നിട്ട് ഞങ്ങളൊരു അൽഫാം മന്തി ഓർഡർ ചെയ്തു. ചെറുക്കനൊരു സന്തോഷം, സയാൻ മന്തി ഉടമസ്ഥനും ഒരു സന്തോഷം. എനിക്ക് മാത്രമേ ഇച്ചിരി സങ്കടമുള്ളൂ, കാരണം ബില്ല് കൊടുക്കേണ്ട ഞാനാണല്ലോ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും കളിച്ചും ചിരിച്ചും അവൻ്റെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേർന്നു. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഇത് തീർന്നില്ലേ മറിച്ച് അതേ തീർന്നു കേട്ടോ. മന്തിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മന്തിയും കൊണ്ട് ഇപ്പോൾ ആൾ വരും. പക്ഷേ അന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഈ സയാൻ മന്തിയിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഈ സയാൻ മന്തിയിൽ ഇത്രയും വലിയ തിരക്കുണ്ടാകാൻ കാരണം ഇവിടുത്തെ പാർക്കിംഗ് ഫെസിലിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നേപ്പാളി ചേച്ചി പ്ലേറ്റൊക്കെ കൊണ്ട് നിരത്തി വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ ചേച്ചി അടുത്ത ടേബിളിലേക്ക് ഒരു പയ്യൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയി. അവിടെയും ആരൊക്കെ ഇരുന്ന് വിളിക്കുന്നുണ്ട്. പ്ലേറ്റൊക്കെ നിരത്തി വെച്ചിട്ട് പോയ ചേച്ചിയെ നോക്കി ക്ഷമയോടെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുക. അപ്പോഴാണ് അടുത്തുള്ള സീറ്റുകളിലേക്കൊക്കെ ചുമ്മാ ഒന്ന് കണ്ണോടിച്ച് എല്ലാവരും നല്ല അടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അറിയാമല്ലോ, ഗ്ലാസും പ്ലേറ്റും ടേബിളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെസ്സ് കളിയാണ്. ഇതെടുത്ത് അങ്ങോട്ട് നീക്കി വെക്കുക, അതെടുത്ത് ഇങ്ങോട്ട് നീക്കി വെക്കുക, അവനപ്പം ഇവിടുന്ന് പോക്കി അപ്പുറത്തോട്ട് വെക്കുക. ഇതൊക്കെ തന്നെ ആണെന്നല്ലോ എല്ലാവർക്കും അറിയാമല്ലോ. ഫുഡ് കഴിക്കാൻ പോയാൽ ഉള്ള മെയിൻ കളി ചെസ്സ് കളിയാണ്. പ്ലേറ്റ് നീക്കലും കുപ്പി ഗ്ലാസ് നീക്കലും. അങ്ങനെ ഇരിക്കും നമ്മൾ സാലഡും മയോണീസും ചട്നിയായിട്ട് വീണ്ടും ചേച്ചിയുടെ എൻട്രി. പിന്നെ അതിൻ്റെ പുറകിലാണല്ലോ ചെസ്സുകൾ തീർന്ന് പിന്നെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി. ഇനി അതിൻ്റെയൊക്കെ ഫോട്ടോ പിടിക്കണ്ടേ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ച് അതും എല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോഴും സീരിയൽ കാണുന്ന പരിപാടി കേട്ടോ. വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇവിടെ ചിരി പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെയും ക്ഷമയോടെ ചേച്ചിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വരാൻ ലേറ്റാണ്. ഓരോ നിമിഷവും കളിയും ചിരിയും കൂടുതലായി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഈ സീരിയലിൽ നിന്നും തീരുന്ന ലക്ഷണമൊന്നും എല്ലാം തോന്നുന്നു. ആയിരിക്കുന്നു നമ്മുടെ ചട്നി. അതിനകത്ത് മുട്ടക്കാട്ടിൻ്റെ ഒരു സ്പൂണും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സാലഡ് ചേട്ടൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്തു. സാലഡ് നല്ല കുക്കുംബറും ക്യാരറ്റും ഒക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതാണ്ട് ഇളിക്കുന്നുണ്ടല്ലേ, നല്ല ഇളി. നമ്മുടെ ചട്നിയും മയോണീസും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴുണ്ട് ചേച്ചിയുടെ എൻട്രി. നമ്മുടെ മന്തിയുമായിട്ട് നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നെല്ലാം ഓരോ പീസും കുറച്ച് ചോറും ഒക്കെ ഇങ്ങനെ വിളമ്പിയിട്ട് സന്തോഷപൂർവ്വം ഇത് കഴിക്കണം. അടുത്ത പരിപാടി അതാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം. ഓക്കെ, ബൈ, ടാറ്റാ.